നമസ്കാരം. ഇന്നത്തെ വീഡിയോ പ്രശസ്ത കവി ഉള്ളൂരിൻ്റെ ജീവചരിത്ര കുറിപ്പാണ്. പ്രശസ്ത കവിയും പണ്ഡിതനുമായിരുന്ന മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ 1877 ജൂൺ 6 ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ താമരശ്ശേരി ഇല്ലത്താണ് ജനിച്ചത്. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ പിതാവ് സുബ്രഹ്മണ്യ അയ്യർ ചങ്ങനാശ്ശേരിയിൽ സ്കൂൾ അധ്യാപകനായിരുന്നു. അമ്മ ചങ്ങനാശ്ശേരി സ്വദേശിനിയായ ഭഗവതി അമ്മ. അദ്ദേഹം പെരുന്നയിൽ തന്നെയാണ് ബാല്യകാലം ചെലവഴിച്ചത്. അച്ഛൻ്റെ അകാല മരണത്തെ തുടർന്ന് അമ്മയോടൊപ്പം അച്ഛൻ്റെ നാടായ ഉള്ളൂരിലേക്ക് താമസം മാറി. തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിൽ ചേർന്ന അദ്ദേഹം 1897 തത്വശാസ്ത്രത്തിൽ ഓണേഴ്സ് ബിരുദം നേടി. ബിരുദം നേടിയ ശേഷം തിരുവിതാംകൂർ സർക്കാർ ഉദ്യോഗസ്ഥനായി. ജോലിയിലിരിക്കെ നിയമനത്തിൽ ബിരുദവും മലയാളത്തിലും തമിഴിലും ബിരുദാനന്തര ബിരുദവും നേടി. തിരുവനന്തപുരം ടൗൺ സ്കൂൾ അധ്യാപകൻ, ജനസംഖ്യാ വകുപ്പിൽ ഗുമസ്തൻ, അസിസ്റ്റന്റ് സെക്രട്ടറി എന്നീ ഔദ്യോഗിക സ്ഥാപനങ്ങൾ വഹിച്ച അദ്ദേഹം തിരുവിതാംകൂറിലെ ഇൻകം ടാക്സ് കമ്മീഷണറായി ഉയർന്നു. കവി എന്നതിനു പുറമെ സാഹിത്യ ചരിത്രകാരൻ, ഭാഷാ ഗവേഷകൻ, ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിൽ ഉള്ളൂർ പേരെടുത്തിരുന്നു. തിരുവിതാംകൂർ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഉള്ളൂർ, കുമാരനാശാൻ, വള്ളത്തോൾ എന്നീ കവികൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മലയാള കവിതയിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് ശ്രദ്ധേയരായി. സാഹിത്യ ചരിത്രത്തിൽ ഇവർ കവിത്രയം എന്നറിയപ്പെടുന്നു. കഠിന സംസ്കൃത പദങ്ങൾ ബഹുലമായി ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനാശൈലി അക്കാലത്ത് അനുവാചകർക്ക് പദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉജ്ജ്വല ശബ്ദദാഢ്യൻ എന്ന പേരിലും അറിയപ്പെടുന്നു. എങ്കിലും ഇക്കാലത്ത് കേരള സാഹിത്യ ചരിത്രത്തിൻ്റെ കർത്താവ് എന്ന നിലയിലാണ് പരിഗണിക്കപ്പെടുന്നത്. 1937 തിരുവിതാംകൂർ രാജഭരണകൂടം ഉള്ളൂരിന് മഹാകവി ബിരുദം നൽകി. കൊച്ചി മഹാരാജാവ് കവിതിലകൻ പട്ടവും കാശി വിദ്യാപീഠം സാഹിത്യഭൂഷൺ ബിരുദവും സമ്മാനിച്ചു. പൗരാണിക മുഹൂർത്തങ്ങൾ കാൽപ്പനിക ഭംഗിയോടെ അവതരിപ്പിക്കുമ്പോൾ ഭാരതീയ ധർമ്മനീതികൾ കവിതയിൽ വ്യവഹരിക്കപ്പെടുന്നു. ചരിത്ര മുഹൂർത്തങ്ങൾ കാവ്യഭാവനയ്ക്ക് ഉത്തേജനം നൽകി.